2 റക്അത്ത് നമസ്കരിക്കണേ, 2 റക്അത്ത് നമസ്കരിക്കണേ. 5-ാമത്തെ കാര്യം എന്തെന്നറിയുമോ? പള്ളിയിലേക്ക് നടക്കടാ ചെറുപ്പക്കാരാ. വാപ്പാ, പള്ളിയിലേക്ക് നമസ്കരിക്കാൻ നടക്കുവാപ്പാ. നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ 5-ാമത്തെ കാര്യമാണ് പറഞ്ഞത്. 6-ാമത്തെ കാര്യം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 6-ാമത്തെ കാര്യം എന്തെന്നറിയുമോ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല അൽ മലായികത്തു തുസല്ലി അലാ അഹദികും മാദാമ ഫീ മുസല്ലാ الذي صلى فيه ما لم يحدث تقبل ذا تقول اللهم اغفر له اللهم ارحمه. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, 6-ാമത്തെ എളുപ്പവഴി എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, പള്ളിയിലെ നമസ്കരിക്കാ പോകുന്നവരാ, നമസ്കരിക്കുന്ന പെങ്ങള്, മുസല്ല വിരിച്ചിട്ട് നിസ്കരിക്കുന്ന പെണ്ണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, നമസ്കാരം കഴിഞ്ഞ് സലാമിട്ടിയ എഴുന്നേറ്റ് ഓടല്ലേ എന്റെ ചെറുപ്പക്കാരാ. നിസ്കാരം കഴിഞ്ഞ ഖതീബ് സലാം വീട്ടി കഴിഞ്ഞ എഴുന്നേറ്റ് ഓടുന്നവരുണ്ടല്ലോ, ദിക്റ് പറയാ സമയമില്ല, ദുആ ചെയ്യാ സമയമില്ല, ആയത്തുൽ കുർസി ഓതാ സമയമില്ല, ആ നിസ്കാരപ്പായിൽ ഒരു 5 മിനിറ്റ് ഇരിക്കാ സമയമില്ല. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പോകും, നിസ്കരിക്കും, സലാം വീട്ടി കഴിഞ്ഞാ ഇറങ്ങി ഒറ്റ ഓട്ടം. സുബ്ഹാനല്ലാഹ് പറയുന്നത് വണ്ടിക്കകത്തിരുന്ന അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ, സലാത്ത് പറയുന്നത് വീട്ടിനകത്തിരുന്ന് അല്ലാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കാരം കഴിഞ്ഞാൽ നിസ്കാരപ്പായിലിരിക്കുക. നിസ്കാരത്തും കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കണം. ഇപ്പോഴൊക്കെ നിസ്കാരം അങ്ങോട്ട് സലാം വീട്ടിയാൽ തന്നെ എഴുന്നേറ്റ് ഓടുക ഭിത്തി ചാരാൻ. ചങ്ങാതിയുടെ മുഖം ഒന്നുകൂടെ ഞാൻ നോക്കട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എടാ നോക്കിക്ക, കണ്ടിട്ടില്ലേ? സലാം വീട്ടി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചരിവും പൊക്കിയിട്ട് പോവാ തൂണ് നോക്കാൻ, എവിടെങ്കിലും ചാരാൻ. ചില ആൾക്കാർ എഴുന്നേറ്റ് പോയി ചാരി ഗർഭിണി പെണ്ണുങ്ങൾ ഇരിക്കണ പോലെ ഇങ്ങനെ ഇരിക്കും. അല്ലാഹ് കാക്കുമാറാകട്ടെ. ആമീൻ പറ. ഇരിക്കാൻ വയ്യ നിനക്ക്, ഇരിക്കാൻ അവിടെ കഴിയില്ലേ? അവിടെ ഇരുന്നൊരു സുബ്ഹാനല്ലാഹ് പറയാൻ, അൽഹംദുലില്ലാഹ് പറയാൻ, അല്ലാഹു അക്ബർ പറയാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ, നിസ്കാരപ്പായിലിരുന്ന് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ദുആ ചെയ്യാൻ തന്നെ സമയമില്ല, ഓടുക. ചിലർ ഓടുക. എൻ്റെ ഉപ്പമാരോട് പറയുന്നു, എൻ്റെ ഉമ്മമാരോട് പറയുന്നു, നിസ്കാരം കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. ഒരു 5 മിനിറ്റ്, ഒരൽപ്പമെങ്കിലും നീ ആ സദസ്സിൽ, ആ മുസല്ലയിൽ ഇരിക്ക്. അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യും, അല്ലാഹുമ്മ ഗഫിർ ലഹു, നീ ഇവന് പുറത്തു കൊടുക്കണേ അല്ലാഹ്. എടാ, നിസ്കാരം കഴിഞ്ഞ് നിസ്കരിച്ച മുസല്ലയിൽ ഇരിക്കുന്ന മനുഷ്യൻ അവിടെ ഇരിക്കുന്നതുവരെ, അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതുവരെ അള്ളാഹുവിന്റെ മലക്കുകൾ ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത അള്ളാഹുവിന്റെ മലക്കുകൾ നിന്റെ തലയുടെ മുകളിൽ നിന്ന് നിന്റെ പാപം പൊറുക്കാൻ, അള്ളാഹു നിന്നോട് കരുണ കാണിക്കാൻ ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. നീ ഇറങ്ങി ഓടുന്നത് കാണുമ്പോൾ ആ മലക്ക് പോലും ചിന്തിക്കുക, ഇവൻ എന്താപ്പാ ഇത്ര ധൃതി എന്ന്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഓടല്ലേ സഹോദര, ഇരിക്കടാ അവിടെ. പള്ളി കയറി 5 മിനിറ്റ് ഇരിക്ക്. സമയമില്ല ഉസ്താദെ, ബിസി ബിസി ബിസി. അപ്പ പള്ളി കയറി ഇരിക്കും. അപ്പ ഇല്ല ഉസ്താദെ, കച്ചവടം ബിസി. പള്ളി കയറാൻ തന്നെ പലർക്കും സമയമില്ല. എന്നാ നീ ഒന്നുകൂടെ ഓർത്തോ, നിന്നെ ആ പള്ളിക്കകത്ത് കൊണ്ടുവന്നിരുത്താൻ അല്ലാഹ്ക്ക് അറിയാന്ന് നീ മറക്കരുത്. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ.